ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എല്ലാ സമയത്തും ഈ ചാനലിലൂടെ വരാറുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നൽകാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുമാണ് ഞാൻ കൂടുതലും ഇവിടെ ഈ വീഡിയോസിൽ വരാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരിക്കലും അത്ര നല്ലൊരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KSEBയുടെ AI ലിസ്റ്റ് വന്ന സമയത്ത് ശരിക്കും നമ്മളൊക്കെ വല്ലാണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വെറും 385 പേര് മാത്രം മെയിൻ ലിസ്റ്റിലും 785 പേര് ടോട്ടൽ ലിസ്റ്റിലും വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ് KSEB എന്ത് ചെയ്തിട്ടുള്ളത്, PSC ഈ ഒരു സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലേ. വളരെ ഷോർട്ടായിട്ടുള്ള ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ലിസ്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, KSEB ഈ AI ലിസ്റ്റിൽ വേണ്ടി PSC കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ശരിയാണോ? ഇതിൽ എത്രത്തോളം പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിലവിൽ KSEBയിൽ എത്ര ഒഴിവുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിലവിൽ അറ്റ് പ്രസൻറ്റ് 185 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, KSEBയുടെ AI പോസ്റ്റിൽ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷത്തെ കാലാവധിയാണ്. ഈ 3 വർഷത്തെ കാലാവധിയിൽ 700-ലധികം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒഴിവുകൾ വരാനിരിക്കുന്നുണ്ട്. 700+ ഒഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരാനിരിക്കുന്ന ഒരു ലിസ്റ്റാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ലേ. സോ അത്രയധികം വേക്കൻസികൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ വരാനിരിക്കുമ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ആകെയുള്ളത് 785 പേര് മാത്രമാണ്. അതിൽ മുൻ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2572 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതായത് 1/3 പോലും റാങ്ക് ലിസ്റ്റിലെ ആളുകൾ വന്നിട്ടില്ല. ഏകദേശം 23,000-ലധികം ആളുകൾ അപ്ലൈ ചെയ്ത് 18,000-ലധികം ആളുകൾ എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളോട് ചെയ്തിരിക്കുന്നത് ഒരു കൊലച്ചതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് നമ്മുടെ സംവിധാനങ്ങളിൽ വന്ന മിസ്റ്റേക്ക് തന്നെയാണ്. റിപ്പോർട്ടുകൾ, ഒഴിവുകൾ വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിൽ നമ്മൾ KSEBയിൽ നിന്ന് വന്ന ഒഴിവുകൾ എന്തുകൊണ്ട് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തില്ല? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. കേവലം 6 ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ എക്സാം നടന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ ഈ എക്സാം എഴുതിയ സമയത്ത് കേവലം 6 പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ 6 എന്ന് കാണിച്ചത്? 185 ഒഴിവുകളുള്ളപ്പോൾ 6 എണ്ണം കാണിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ കൃത്യമായിട്ട്, അതായത് PSC, അതായത് ഗവൺമെൻറ് സാലറി വാങ്ങുന്ന KSEBയിലുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. സോ അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. മറ്റൊരു സ്ഥലത്തുനിന്നും ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണം നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെയാണ് എൻട്രി പ്രതികരിക്കണമെന്ന് തന്നെ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം, അതായത് KSEBയിൽ ഇത്രയധികം ഒഴിവുകൾ വരാനിരിക്കെ ഇത്രയും കുറഞ്ഞ ലിസ്റ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പിന്നീടുള്ള കാലങ്ങളിലും ഇതേ രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് PSCയിലേക്ക് കൃത്യമായിട്ട് നിവേദനങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. മാസ് പെറ്റീഷനും ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾ എൻട്രിയോടൊപ്പം നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. ഈ എക്സാം എഴുതിയിട്ടുള്ള, ഈ എക്സാമിൽ ജസ്റ്റ് ഔട്ടായി പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് PSCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. സോ ഈ ഉദ്യമത്തിൽ എൻട്രി മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പെറ്റീഷനിൽ ഭാഗമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമുക്കൊരു മാസ് പെറ്റീഷൻ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, PSCയിലേക്ക് കൊടുക്കണം. കാരണം ഇത് കൃത്യമായിട്ട് സംവിധാനത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. 6 വേക്കൻസിയുള്ള ഒരു പോസ്റ്റിൽ 785 ലിസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെയാണ്, അങ്ങനെയൊക്കെ വരാറുള്ളൂ. പക്ഷേ നിലവിൽ 185, വരാനിരിക്കുന്ന 700-ലധികം KSEB AI പോസ്റ്റുകളാണ് വരാനിരിക്കുന്നത് അടുത്ത 3 വർഷത്തേക്ക്. കാരണം അടുത്ത 3 വർഷത്തേക്ക് ഇനി എന്തില്ല, എക്സാം നടക്കാൻ പോകുന്നില്ല. അടുത്ത 3 വർഷത്തേക്ക് എക്സാം നടക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഏജ് ഓവറായിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ അത്തരം സിറ്റുവേഷനൊക്കെ വരാതിരിക്കാൻ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. സോ അതിനുവേണ്ടി എൻട്രി ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. മറ്റേതെങ്കിലും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്തത് കണ്ടിട്ടില്ല. നമ്മൾ ഓരോ എക്സാമുകൾ വരുമ്പോഴും നമ്മൾ എങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്ന എക്സാമുകളെയും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനാണ് സാധ്യത. കാരണം AI ലിസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, AIയിൽ പോസ്റ്റിങ്ങിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുകയും ചെയ്യും. സോ അത്തരം ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്തേ മതിയാവുള്ളൂ. സോ ഈ ഒരു ഇനീഷ്യേറ്റീവിൽ നിങ്ങൾക്ക് എൻട്രിയോടൊപ്പം പാർട്ടാവാം. അതിനുവേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് എൻട്രി എന്നും നിലകൊള്ളുക. ആൻഡ് ഈ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്കിത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.